നിധിയാസ് ഫുഡ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി അച്ചിങ്ങ പയർ മെഴുക്കുവരട്ടിയാണ്. എങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ടും അച്ചിങ്ങ പയർ മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇനി മൺചട്ടി ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വന്നതിന് ശേഷം 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു സവോള സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അങ്ങനെ വെളുത്തുള്ളിയും സവോളയും എല്ലാം നല്ലതുപോലെ വഴറ്റി വന്നിട്ടുണ്ട്. ഇനി എരിവിന് വേണ്ടിയിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതും നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് പയർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 300 ഗ്രാം പയറാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇങ്ങനെ ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞു വച്ചിട്ടുണ്ട്. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒന്നുകൂടി എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഒരു ലോ ഫ്ലെയിമിൽ വച്ചിട്ട് മൂടി വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് ഇതൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം. കാരണം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കുന്നത്. പിന്നീട് വീണ്ടും അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ പയർ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു റെസിപ്പിയാണിത്. അതേപോലെ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു മെഴുക്കുവരട്ടി കൂടിയാണിത്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കുകയും വേണം. താങ്ക്സ് ഫോർ വാച്ചിങ്.